ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. മുല്ലമൊട്ട് ധവളമാർന്ന ദന്തനിര, ഉന്നതമായ നാസിക, മനോഹര മന്ദഹാസം, താമരപ്പൂവിതൾ തുല്യമായ ലോചനം, വെൺനിലാവൊളി വീശുന്ന പൂർണ്ണചന്ദ്രവദനം എന്നിവയൊത്ത ആ ദേവിയെ, എൻ്റെ സ്വാമിയുടെ ധർമ്മപത്നിയെ എപ്പോഴാണ് ഞാൻ കാണുക? കൊടും ക്രൂര കർമ്മനിരതനായ നിഷ്ഠൂരൻ, അതിഘോരവേഷഭൂഷകളാർന്നവൻ, ക്ഷുദ്രനും നൃശംസനുമായ രാക്ഷസേശ്വര രാവണൻ, സ്വശക്തിയാൽ വിഷമിപ്പിക്കുന്ന നിർമ്മലാംഗിയായ ദേവി എങ്ങനെ എൻ്റെ ദൃഷ്ടിയിൽപ്പെടും? അല്പനേരം ചിന്തിച്ചു നിന്ന വായുതനയൻ ലങ്കാധിപൻ്റെ അരമന മതിലിൽ നിന്ന് പുറത്തുള്ള മതിലിലേക്ക് ചാടി അശോകവനിയെ സശ്രദ്ധം നോക്കി. കവീശ്വരൻ ആകെ രോമാഞ്ചം അണിഞ്ഞു. വസന്താരംഭത്തിൽ പൂത്തു വികസിച്ചു നിൽക്കുന്ന അനേകം വൃക്ഷങ്ങളാണ് ആദ്യം ദൃഷ്ടിയിൽപ്പെട്ടത്. പൈൻ, കടമ്പ്, അശോകം, പൂവണിഞ്ഞ ചെമ്പകം, പുന്നാകം, നറുവരി, തേന്മാവ് തുടങ്ങിയ വൃക്ഷങ്ങളിൽ മനോഹര ലതകൾ കെട്ടുപിണഞ്ഞ് ഓരോ വള്ളിക്കുടിലുകൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വൃക്ഷക്കാവിലേക്ക് ഞാൻ വിട്ട ശ്രീരാമബാണം പോലെ ഹനുമാൻ ചാടി അണഞ്ഞു. വിചിത്രമായ ആ വനികയിൽ നിന്ന് പല പല പക്ഷികളുടെയും കളകളനാദം ഉയരുന്നു. വെള്ളിയും സ്വർണവും നിറമുള്ള പുഷ്പങ്ങളാൽ അലംകൃതങ്ങളാണ് വൃക്ഷവൃന്ദങ്ങൾ. നാനാമൃഗ ഗണ നിവേശിതമായ വിചിത്രാരണ്യങ്ങൾ ചില ദിക്കിൽ ഉദയ രവി പ്രഭയാർന്ന് തിളങ്ങുന്നു. പൂക്കളും കായകളും നിറഞ്ഞ വൃക്ഷങ്ങൾ ഇടതിങ്ങി നിൽക്കുന്നതിൽ മതിച്ച കുയിലുകളും വണ്ടുകളും ഒരിക്കലും വിടാതെ വസിക്കുന്നുണ്ട്. മൃഗപക്ഷി പൂർണ്ണവും മതിച്ച കുയിലുകളുടെ നാദവും ഒത്തുചേർന്ന ആ വനിക ഏതൊരു ജീവിക്കും അത്യാനന്ദമേകുന്ന സമയമാണത്. അതുല്യ സുന്ദരീരത്നമായ നരവരകുമാരിയെ അന്വേഷിച്ച് മാരുതി അവിടെ എത്തിയപ്പോൾ സുഖനിദ്രാവശകയായിരുന്ന പക്ഷികൾ ഉണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു തുടങ്ങി. അവയുടെ ചിറകടി കൊണ്ട് മരങ്ങളുടെ കൊമ്പുകളിൽ നിന്നൊരു പൂവർഷം തന്നെയുണ്ടായി. വായുപുത്രനായ ഹനുമാനെ അശോകവനിക കുസുമങ്ങളെ കൊണ്ട് മൂടിയ മട്ടായി. ആ ആരാമമധ്യത്തിൽ പുഷ്പങ്ങളുടെ ഒരു കൂമ്പാരമെന്ന പോലെ ശ്രീരാമദൂതൻ വിളങ്ങി. ആ മാമരത്തോപ്പിൽ ദേവിയെ തിരഞ്ഞുകൊണ്ട് ഓടുന്ന പ്ലവകേശ്വരനെ വസന്തകാല ദേവനാണെന്നാണ് എല്ലാ ഭൂതഗണങ്ങളും പെട്ടെന്ന് വിചാരിച്ചത്. നാനാവർണ്ണങ്ങളോട് കൂടിയ പുഷ്പസമൂഹം ചിന്നിച്ചിതറിക്കിടക്കുന്ന ഭൂതലം സർവാഭരണ വിഭൂഷിതയായൊരു വിലാസിനിയെപ്പോലെ വിലസി. അതുല്യ ബലവാനായ മാരുതി ചില വിടപ്പികളെ ഊക്കിലൊന്ന് കുലുക്കി. വിചിത്ര കുസുമ നിരകളെല്ലാം പൊഴിഞ്ഞു വീണു. വിലാശുക്കളുടെ പൂക്കളും കായകളും മാത്രമല്ല, ഇലകൾ കൂടി കൊഴിഞ്ഞുപോയി. ആഭരണങ്ങളും വസ്ത്രങ്ങളും പണയം വെച്ച് ചൂതിൽ തോറ്റവരെ പോലെയായി അവരുടെ നിൽപ്പ്. ഹനുമാന്റെ കരുത്തേറിയ കരങ്ങൾ ഏതൊരു ശ്രേഷ്ഠ ബലശാലിയായാലും പിടിക്കുമ്പോഴേക്കും അവ ഉലഞ്ഞു കഴിയും. ഇലയും പൂവും കായും മുഴുവൻ നിലം പതിക്കും. പക്ഷികൾ പറന്നകന്ന ആ വൃക്ഷങ്ങൾ കൊടുങ്കാറ്റു തട്ടിയതുപോലെ തടി മാത്രമായി കൊള്ളരുതാത്ത മട്ടിൽ നിന്നു. ചെഞ്ചുണ്ടിലെ ചോപ്പുപോയി. നഖദന്തവ്രണങ്ങളാർന്ന് പാറിപ്പറന്ന കേശഭാരങ്ങളത്തോടെ കറിക്കൂട്ടുകളെല്ലാം മാഞ്ഞ ഒരു കാമിനി രത്നത്തെ പോലെ ആ ഉദ്യാനം അല്പസമയം കൊണ്ട് കാണായി. ഹരീശ്വരൻ്റെ പാദങ്ങളോ പാണികളോ സ്പർശിച്ചാൽ ആ മരങ്ങൾ ചതഞ്ഞു കഴിഞ്ഞു. അശോകവനിയിലെ വൃക്ഷങ്ങളിൽ പലതും ഒഴിഞ്ഞു. വിന്ധ്യമാമലയിലെ കരിങ്കാറുകൾ വർഷകാലത്തിൽ കാറ്റടിച്ച് പാറിപ്പറക്കുന്നത് പോലെ പെരിയ വള്ളിക്കുടിലുകളിൽ നിന്ന് ഹനുമാൻ പുറത്തേക്ക് വരുമ്പോൾ അവയെല്ലാം ചിന്നിച്ചിതറിയിരുന്നു. അതിവിസ്തൃതമായ ആരാമത്തിൻ്റെ ചില ഭാഗങ്ങൾ രത്നഭൂമികളാണ്, ചിലതാകട്ടെ സ്വർണഭൂമികൾ. മറ്റു ചില സ്ഥലങ്ങൾ വെള്ളി നിറഞ്ഞവയും നിർമ്മലജലപൂരിതങ്ങളായ ഒന്നാന്തരം കുളങ്ങളുടെ പടവുകൾ അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. നീണ്ട തോടുകൾ, ഇരുഭാഗത്തുമുള്ള മണലിൽ പവിഴം, മുത്ത് തുടങ്ങിയ രത്നങ്ങൾ നിറച്ചും ചിതറിയിട്ടുണ്ട്. പൊൻവർണ്ണമാർന്ന വൃക്ഷങ്ങളാൽ ശോഭിതങ്ങളാണ് തീരങ്ങൾ. വികസിച്ചു നിൽക്കുന്ന താമരപ്പൂവുകളിൽ കോകങ്ങൾ, നീർക്കോഴികൾ, അരയന്നങ്ങൾ എന്നിവ മതമാർന്ന് കൂകിക്കൊണ്ടിരിക്കുന്നു. അമൃത തുല്യമാണവയിലെ വെള്ളം. കൽപ്പക വൃക്ഷങ്ങൾ ഉത്തമ ലതാവൃതങ്ങളായി ഇടയ്ക്കിടയ്ക്ക് കാണാം. ഉയർന്നു നിൽക്കുന്ന കണവീര മരങ്ങളിൽ നാനാതരം പൊന്തപ്പുതപ്പുകൾ. വിചിത്ര പഴുതുകളാർന്ന അവയിൽ നത്തിൻകൂട്ടങ്ങളുടെ ചിലയ്ക്കലുകൾ അനവരതം ഉയരുന്നുണ്ട്. ഇങ്ങനെ അതുല്യ ശോഭയാർന്ന
അവയിൽ സശ്രദ്ധം നോക്കി മാരുതി മുന്നോട്ട് നടന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.